വൈക്കത്ത് നിന്നും തണ്ണീർമുക്കം വഴി വേമ്പനാട് കായലിന് കുറുകെ ഒരു യാത്ര. കുട്ടനാടിനെ ഓരിവെള്ളത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന തണ്ണീർമുക്കം ബണ്ട് സഞ്ചാരികളുടെ മനം കവരുന്ന ഒരിടമാണ്. കുമരകത്ത് നിന്നും വരുന്ന ഹൗസ് ബോട്ടുകളും വേമ്പനാട് കായലിനെ അതിസുന്ദരിയാക്കുന്നു. അതെ, തണ്ണീർമുക്കം ബണ്ടിലേക്കൊരു യാത്ര. നമസ്കാരം, ഞങ്ങളെല്ലാവരും അപ്പോൾ തണ്ണീർമുക്കം ബണ്ടിലേക്ക് എത്തുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് ബോട്ട് അതുപോലെ തന്നെ ഹൗസ് ബോട്ടൊക്കെ അടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഉള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. സ്ക്രീൻ വെച്ചിട്ട് വന്നു സ്ക്രീൻ മുട്ടാതെ ഓവർടേക്കിങ്. തണ്ണീർമുക്കം ബണ്ടിൻ്റെ ചെറിയ ഒരു പ്രദേശമാണിത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ ചെന്ന ദിവസം വലിയ തിരക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചെറിയ സ്നാക്സ് ഷോപ്പുകളും ഐസ്ക്രീം കടകളൊക്കെ ആയിട്ട് ആളുകൾ ഫാമിലിയായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രദേശമാണിത്. വേമ്പനാട്ട് കായലിൽ നിന്ന് വരുന്ന ഹൗസ് ബോട്ടുകളെല്ലാം തന്നെ ഇതിനോട് ചേർന്നാണ് പോകുന്നത്. സ്പീഡ് ബോട്ടുകളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് കുമരകത്തുനിന്ന് വരുന്ന ഹൗസ് ബോട്ടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ സ്പീഡ് ബോട്ടുകൾ വരുന്നത് കഴിഞ്ഞത് ഒരാൾക്ക് 150 രൂപ വെച്ച് റേറ്റ് അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ 600 രൂപയാണ് ഒരു ട്രിപ്പ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ പല ടേണുകളായിട്ട് ആളുകളിങ്ങനെ കിടക്കുകയാണ്. തണ്ണീർമുക്കം ബണ്ടിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തന്നെ ഈ ഹൗസ് ബോട്ടുകൾ ഇതിൽ വന്നു പോകുന്നതിൻ്റെ ഒരു ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല കാറ്റും ഉള്ളൊരു സ്ഥലമാണ്. നമുക്കിവിടെ ഇരിക്കാൻ കുറച്ചുകൂടി നല്ലൊരു സ്പേസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് തണ്ണീർമുക്കം ബണ്ട്. ഇപ്പോൾ സ്പീഡ് ബോട്ടിന് കയറാനുള്ള ആളുകളുടെ ഒരു റഷാണ് ഇവിടെ നമ്മൾ കണ്ടത് വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആളുകൾ എല്ലാവരും തന്നെ വന്ന് കയറുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഹൗസ് ബോട്ട് വരുന്നതാണ് ശരിക്കും ഇതിനകത്ത് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇനി നോക്കിയപ്പോഴാണ് ഒരു വലിയ ഹൗസ് ബോട്ട് ഇതിനോട് ചേർന്ന് വന്ന് അടുത്തു. അപ്പോൾ ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ ബോട്ടിങ്ങിൻ്റെ റേറ്റുകളൊക്കെ നമ്മൾ ചോദിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ബോട്ടിങ്ങിൽ കയറാം, എന്നിട്ട് ആ ചേട്ടനോട് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ സ്പീഡ് ബോട്ടിലേക്ക് കയറി. ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി. എന്തായാലും ഇവിടെ വന്നിട്ട് ഈ സ്പീഡ് ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഈ സ്പീഡ് ബോട്ടിൽ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെയധികം രസകരമാണ്.
ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? അരവിന്ദ്. അപ്പോൾ നമ്മളിത് എത്രയുള്ള പാക്കേജുകളൊക്കെ ഉണ്ട് കേട്ടോ? അത് പാക്കേജ് ഉണ്ട്. പാലാമണിൽ 2500, കുമരകം 2000. പിന്നെ കൊച്ചി, കൊല്ലമൊക്കെ നമ്മൾ പോകാറുണ്ട്. ആറന്മുള. ഓക്കെ, ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പം ഞങ്ങൾ ഇന്ന് സ്പീഡ് ബോട്ടിലാണ് ഇവിടെ വന്നിട്ട് പോയത്. അരവിന്ദ് എന്ന് പറഞ്ഞ ചേട്ടനൊപ്പമായിരുന്നു. അതെ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ടായി ബോട്ടിംഗ് എക്സ്പീരിയൻസ്? സൂപ്പറാണ്. ഇവിടെ പോയില്ലെങ്കിൽ ഒരു ഗുണമില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിന് പേടിച്ചിട്ടൊരു കാര്യമില്ല. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബണ്ടിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വന്നേക്കുവാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂര്യാസ്തമയമൊക്കെ കാണാൻ പറ്റും. സൂര്യപ്രഭ പോലെ തന്നെ ഭംഗിയുള്ളൊരിടമാണ് തണ്ണീർമുക്കം ബണ്ട്. ഫാമിലിയുമായിട്ട് അല്പസമയം നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റിയൊരിടമാണ്. മനുഷ്യനിർമ്മിതിയാണെങ്കിലും പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് വേമ്പനാട്ട് കായലിലെ ഓരിവെള്ളത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഈ തണ്ണീർമുക്കം ബണ്ടിലേക്ക് നിങ്ങൾക്കും ഒരു യാത്ര പോകാം. സിനിമ പോലെ തണ്ണീർ ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വീട്ടിൽ പോവാണ്. സോ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ബൈ ബൈ. താങ്ക് യു. അടുത്ത വീഡിയോ.